അച്ചീവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ചായ കുടിക്കാൻ ഓടി പോകല്ലേ. കാരണം നമുക്ക് ഈ കോറും കമ്മിറ്റ്മെൻറ്റും ഒക്കെ മാത്രം പോരാ, ഈ അച്ചീവ്മെൻറ്റും ഒക്കെ ഇടയ്ക്ക് വേണം. നമ്മുടെ ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഊണിന് തൊട്ട് മുമ്പ് ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കൈ ഉയർത്തിയാൽ അവിടെ ചായ എത്തിച്ച് തരുന്നുണ്ടാവും. നമുക്കതിന് വേണ്ടിയിട്ട് ധാരാളം എൻജിനീയേഴ്സ് നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റും നോക്കി അവിടെ സൈഡുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ കാരണം നിങ്ങൾ എഴുതിയപ്പോൾ തൊട്ട് പുറകിലിരിക്കുന്നവർക്ക് അത് ഡിസ്റ്റർബൻസ് ആകും. അതുകൊണ്ടാണ്, നിങ്ങളോട് ദേഷ്യം ഉള്ളതുകൊണ്ടല്ല കേട്ടോ. നമ്മുടെ ഓഡിറ്റ് ഓഫ് മെഡിക്കേഷൻ ഓർഡേഴ്സ് ഓർ പ്രിസ്ക്രിപ്ഷൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ചെക്ക് സേഫ് ആൻഡ് റാഷണൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് മെഡിക്കേഷൻസ്. അത് മാസത്തിൽ ഒരു തവണ ചെയ്യണം. ഗ്രേപ്സിൽ നമ്മുടെ CPI റിപ്പോർട്ട് അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓൾ പ്രിസ്ക്രിപ്ഷൻസ് ലൈവ് ഓഡിറ്റ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ഗ്ലോബൽ സെറ്റിങ്സിൽ പോയി നമ്മുടെ എന്താ പറയുക, ഫാർമക്കോളജി ഫംഗ്ഷൻ എനേബിൾ ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഫാർമക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഫംഗ്ഷൻ ഓൺ ചെയ്ത് വെക്കാം. എല്ലാ പ്രിസ്ക്രിപ്ഷൻസും നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. എന്നാൽ മാസത്തിലൊരിക്കൽ ഈ ഫാർമക്കോളജിസ്റ്റോ ക്ലിനിക്കൽ ഫിസിഷ്യനോ ഫാർമസിസ്റ്റോ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയെക്കുറിച്ച് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ, നമ്മളിപ്പോൾ 7ഉം 8ഉം ആണ് ഈ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്ന ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി കണ്ടതാണ്. ആ കമ്മിറ്റി മാസത്തിലൊരിക്കൽ എല്ലാ പ്രിസ്ക്രിപ്ഷനും അതിൻ്റെ സേഫ് ആണോ റാഷണൽ ആണോ എന്നത് ഉറപ്പ് വരുത്തണം എന്നത് നിർബന്ധമാണ്. അച്ചീവ്മെൻറ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഒരു അക്രഡിറ്റേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നിലനിർത്തണ്ടേ. നമ്മൾ നല്ലവരാണെന്ന പേരെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടണമെന്നേ. അത് നിലനിർത്താതിരിക്കാൻ ഒന്നും കഷ്ടപ്പെടാതിരുന്നാൽ മതി. അത് നിലനിർത്താനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് അച്ചീവ്മെൻറ്റും എക്സലൻസും. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആയിട്ടുള്ള MOM 4G ഓഡിറ്റ് ഓഫ് മെഡിക്കേഷൻസ് ഓർഡേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ചെക്ക് ഫോർ ദ സേഫ് ആൻഡ് റാഷണൽ പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് മെഡിസിൻ. എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഏതെങ്കിലും വിധത്തിൽ റൂട്ട് മാറിപ്പോകുന്നുണ്ടോ, ഡോസ് മാറിപ്പോകുന്നുണ്ടോ, അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടോ, പ്രിസ്ക്രിപ്ഷൻ ടൈമിൽ തെറാപ്യൂട്ടിക് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ. ആൾറെഡി ഇതെല്ലാം അലേർട്ട് ചെയ്യുന്നുണ്ട് ഗ്രേപ്സിൽ. ബട്ട് എന്നാലും ഇഗ്നോർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം. അത് നമ്മുടെ ടോട്ടൽ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റിയാണ് ബാധിക്കുന്നത്. ഡ്രഗ് ഇൻട്രാക്ഷൻസും ഫുഡ് ഡ്രഗ് ഇൻട്രാക്ഷൻസും ഒക്കെ ഈ ഓഡിറ്റിൻ്റെ പാർട്ടാകണം. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ഒരു ലിസ്റ്റ് നമുക്ക് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമുക്ക് സ്ഥിരമായി പ്രോബ്ലം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മരുന്നുകളെ അവോയ്ഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. സോ അത്തരത്തിലുള്ള ഓഡിറ്റ് ചെയ്യണം എന്നതാണ് MOM 4G അച്ചീവ്മെൻ്റ് ആണ്.